റാഞ്ചിയിലെ ഇന്ത്യ സഖ്യ റാലിയിൽ സംഘർഷം. അണികൾ പരസ്പരം ഏറ്റുമുട്ടുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഏത് സാഹചര്യത്തിലാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടായത്? റാലി ആരംഭിച്ചിരുന്നു? അനുജ, റാഞ്ചിയിലെ ഇന്ത്യ മഹാസഖ്യത്തിൻ്റെ റാലി അല്പസമയത്തിനകം തന്നെ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ എത്തിച്ചേരും. റാലി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പ്രാദേശിക നേതാക്കൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രധാന നേതാക്കൾ സംസാരിച്ച് തുടങ്ങുന്നതേയുള്ളൂ. അതിനിടെയാണ് റാലിക്ക് എത്തിയ അണികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായത്. കോൺഗ്രസ് JMM അണികൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. ഈ ജാർഖണ്ഡിലെ ഛത്ര സീറ്റുമായി ബന്ധപ്പെട്ട് കോൺഗ്രസും JMM തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു. ആ സീറ്റ് JMM ആവശ്യമുന്നയിച്ചിരുന്നെങ്കിലും കോൺഗ്രസിനാണ് ഒടുവിൽ ആ സീറ്റ് ലഭിച്ചത്. ഇതിൻ്റെ പേരിൽ തുടങ്ങിയ വാക്തർക്കം പിന്നീട് സംഘർഷത്തിലേക്ക് എത്തുകയും അണികൾ തമ്മിൽ ഏറ്റുമുട്ടുകയും കസേരകൾ ഉപയോഗിച്ച് പരസ്പരം എറിയുകയും അടിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ നേതാക്കൾ ഇടപെട്ട് അണികളെ ശാന്തരാക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സംഘർഷത്തിനിടെ ഛത്രയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി KN ത്രിപാഠിയുടെ സഹോദരന് പരിക്കേറ്റിരിക്കുന്നു. മറ്റ് നിരവധി പേർക്കും ഈ സംഘർഷത്തിൽ പരിക്കേറ്റു എന്നാണ് വിവരം. നിലവിൽ ഇപ്പോൾ സംഘർഷം അടങ്ങിയിട്ടുണ്ട്. അനുജ, ഈ റാലി അല്പസമയത്തിനകം തന്നെ തുടങ്ങുമോ? ഇതിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നില്ല എന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കൂടാതെ സീതാറാം യെച്ചൂരി ഇല്ല എന്നുള്ളതും അദ്ദേഹം അറിയിച്ചിട്ടുള്ളതാണ്. മറ്റ് പ്രമുഖർ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? ബൽറാം. അനുജ, റാലിയിൽ പ്രധാന നേതാക്കൾ അല്പസമയത്തിനകം തന്നെ സംസാരിച്ച് തുടങ്ങുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ ഗാന്ധി ഈ റാലിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് അനാരോഗ്യത്തെ തുടർന്ന് റാലിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഇന്ന് ഉച്ചയോടെ അറിയിച്ചത്. അതേസമയം മല്ലികാർജ്ജുൻ ഖാർഗെ റാലിയിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ മധ്യപ്രദേശിലെ കോൺഗ്രസിന്റെ പ്രചാരണ റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. അവിടെ നിന്നായിരിക്കും അദ്ദേഹം ജാർഖണ്ഡിലേക്ക് എത്തുക. അതേസമയം ശിവസേന, ഉദ്ധവ് താക്കറെ അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ ഇതിനകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ലാലു പ്രസാദ് യാദവും ഒപ്പം തന്നെ മകൻ തേജസ്വി യാദവും റാലിക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സീതാറാം യെച്ചൂരി കേരളത്തിലെ പ്രചാരണ തിരക്കിലായതിനാൽ റാലിക്ക് എത്തില്ല എന്നും എന്നാൽ എല്ലാ പിന്തുണയും തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം കൽപ്പന സോറന് അയച്ച കത്തിൽ അറിയിച്ചിട്ടുണ്ട്. CPM-ന്റെ പ്രതിനിധി യെച്ചൂരിക്ക് പകരമായി ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാ പ്രതിപക്ഷ പാർട്ടി അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായുള്ള 26 പാർട്ടികളുടെയും പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 3 മണിക്കാണ് റാലി നിശ്ചയിച്ചിരുന്നത് എങ്കിലും പിന്നീട് 3:30യിലേക്കും 4 മണിയിലേക്കും മാറ്റിയിരുന്നു. ഇപ്പോഴും റാലിയിൽ പ്രധാന നേതാക്കൾ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. ഇതിൽ ഒരു കാര്യം കൂടി ബൽറാം, ഇന്ത്യ സഖ്യത്തിനൊക്കെതിരെ പ്രധാനമന്ത്രി രൂക്ഷ വിമർശനം എല്ലാ വേദികളിലും ഉന്നയിക്കുമ്പോൾ ഈ അണികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളത് അത് അവർക്കൊരു ബാഡ് മാർക്കായി തന്നെ മാറില്ലേ? തീർച്ചയായും അനുജ, ഇന്ത്യ സഖ്യത്തിൽ അഭിപ്രായ ഐക്യമില്ല എന്നും നേതാക്കളും പാർട്ടികളും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്നു എന്നുള്ളതും BJP തുടക്കം മുതൽ തന്നെ പ്രചരണമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുണ്ടായ വാക്പോര്, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നതിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശം, മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്, തുടർന്ന് പ്രിയങ്ക ഗാന്ധിയും അത് ആവർത്തിച്ചത് അടക്കമുള്ള വിഷയങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ എല്ലാ പ്രചരണ വേദികളിലും ഉന്നയിക്കുന്നുണ്ട്. ഒപ്പമാണ് ഇന്ന് അല്പസമയം മുമ്പ് രാജസ്ഥാനിൽ നടന്ന പ്രചാരണ റാലിയിൽ ഉൾപ്പെടെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടൽ ആണ് എന്നും 25% സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയിലെ തന്നെ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് എന്നതടക്കം പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഐക്യമില്ല എന്ന ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ 2 പാർട്ടികളുടെ അണികൾ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ക്ഷീണം ചെയ്യുമെന്ന ഉറപ്പാണ്. എന്തായാലും നിലവിലിപ്പോൾ സംഘർഷങ്ങൾ നേതാക്കൾ ഇടപെട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇത് പ്രചരണ ആയുധമാകും എന്ന് ഉറപ്പായിരിക്കുകയാണ്. അനുജ, ഇന്ത്യ സഖ്യത്തിന് നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ റാഞ്ചിയിൽ സംഭവിച്ചത്. റാലിയിൽ സംഘർഷമുണ്ടായി, 2 പാർട്ടികളുടെ അണികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ നിലവിൽ സംഘർഷാവസ്ഥ ഇല്ല എന്നുള്ള വിവരമാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്.